പുത്തൂർ പവിത്രേശ്വരം ആലശ്ശേരി ക്ഷേത്രം സമീപത്തെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അത്ര വലിയ ക്ഷേത്രമല്ല. ചൊവ്വാഴ്ച അവിടുത്തെ ഉത്സവമാണ്. ക്ഷേത്രോത്സവത്തിന് കറണ്ടില്ലെന്ന് പുത്തൂർ KSEB ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എല്ലാവരും ഇതൊരു സാധാരണ വിളിയായി കാണും. എന്നാൽ ലൈൻമാനായ പ്രദീപ് കുമാറിനെ സംബന്ധിച്ച് അത് കേട്ടിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു ആത്മാർത്ഥത. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും ഫീൽഡിൽ. ആ ഉത്സാഹം അവസാന നിമിഷവും പ്രദീപ് കാത്തു. പുത്തൂർ ആലശ്ശേരി ക്ഷേത്രത്തിലെ വൈദ്യുത തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ലൈനിൽ നിന്നും ഷോക്കേറ്റ് പ്രദീപ് കൂട്ടുകാരോടും കുടുംബത്തോടുമൊക്കെ വിട പറഞ്ഞു പോകുന്നത്. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ CPR ഉൾപ്പെടെ നൽകി കഴിവതും ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. അതിനും അപ്പുറത്തേക്ക് പോകാനായിരുന്നു പ്രിയ പ്രദീപിൻ്റെ വിധി. ഞാനും ഇവിടുന്ന് ഓടി അവിടെ ചെല്ലുമ്പോഴേ കാണുന്നത് ഇദ്ദേഹം ഏണിയിൽ നിന്നുകൊണ്ട് മറ്റേ ആളിങ്ങനെ പൊക്കി പിടിക്കുക, സേഫ്റ്റി അടിക്കാൻ നോക്കും. അടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളോട് കൂടി കാല് താങ്ങി പിടിച്ചുകൊണ്ട് സേഫ്റ്റി കട്ട് ചെയ്ത് അവിടെ ഇറക്കി ശരീരത്ത് പ്രസ് ചെയ്ത് കയ്യും കാലും എല്ലാം തിരുമ്മി. അപ്പോൾ ഈ കൂടെയുള്ള ജീവനക്കാരൻ തന്നെ മൂക്കിനകത്തോട്ട് 3 പ്രാവശ്യം ഊതിയപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ പിടിച്ച് ശ്വാസം പിടിച്ചു. അപ്പോഴും നമുക്ക് വിശ്വാസം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ്. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവം തീർന്നെന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊരു തീരാ ദുഃഖമായിട്ട് നമ്മളിങ്ങനെ 17 വർഷം മുമ്പ് ആദ്യം ജോലിയിൽ പ്രവേശിച്ച പുത്തൂരിലേക്ക് 1 വർഷം മുമ്പാണ് ശാസ്താംകോട്ട സ്വദേശിയായി ലൈൻമാൻ തിരികെ വരുന്നത്. എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഒരു ശാസ്താംകോട്ടുള്ളയാണ്, വീട് ശാസ്താംകോട്ടയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ നമ്മുടെ പുത്തൂർ KSEB ജോലി ചെയ്തിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വന്നതാണ്. അപ്പോൾ ഈ രംഗത്ത് ഫലപ്രദമായി ഇടപെട്ട് ഓടി നടക്കുന്നൊരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്ഷേത്രക്കാർ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പോവുകയും ഇത് ചെയ്യുകയും ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ഏത് കാര്യത്തിനും ഓടി വിളിച്ചാൽ പാതിരാത്രി പോലും വിളിച്ചാൽ ഓടി വരുന്ന ഒരാളാണ്. കാരണം ഈ രംഗത്ത് നല്ലതുപോലെ പ്രവർത്തിച്ച ഒരാളാണ്. കാരണം സാധാരണപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിന് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുന്ന ഒരാളാണ്. ഇതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുക ചെയ്തത്. ക്ഷേത്രമൊക്കെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി ചെന്നതാണ്. അതാണ് സംഭവിച്ചത്. എന്തായാലും വല്ലാത്തൊരവസ്ഥയായി. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏത് വാർഡിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഓടി ചെല്ലുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. ക്ഷേത്ര പരിസരത്തെ നാട്ടുകാരും പ്രദീപിൻ്റെ സുഹൃത്തുക്കളുമൊന്നും ആത്മാർത്ഥതയുള്ള ഈ സഹപ്രവർത്തകൻ്റെ വേർപാടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ ഒരു അത്യാവശ്യ കാര്യങ്ങൾ, ഒരു ലൈനിൻ്റെ മേലെ ഒരു തടി വീണാലോ ഒരു കമ്പ് വീണാലോ നമ്മളെ വിളിച്ചാൽ ഓഫീസിൽ അറിയിപ്പിച്ചാൽ ആ നിമിഷം വന്ന് നമ്മളെ സഹായിക്കുകയും നമ്മളോടൊപ്പം നിന്നാൽ തീരുന്നോടം വരെ നിന്നിട്ട് പോകുന്നൊരു നല്ലൊരു വ്യക്തിയായിരുന്നു കക്ഷി. നമുക്ക് അദ്ദേഹത്തിൻ്റെ തീരെ ദുഃഖത്തിൽ ഭയങ്കര സങ്കടം. അവിടെ കൂടെ നിന്ന് കയറി പിടിക്കാനായാലും എടുക്കാനായാലും എന്തിനും നല്ല ചുമക്കാരനായിരുന്നു. നല്ല മതിപ്പുള്ളൊരു കക്ഷിയായിരുന്നു. ഇതും ആ കൂടെ വന്നതാണ്. അവർ രണ്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഓടി വരുന്നത്. കണ്ടുപോയി നമ്മളവിടെ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ കക്ഷി ഇവിടെ വന്ന് ലൈൻ മൊത്തം നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. നല്ല രീതിയിലുള്ള സമീപനമാണ്. ആർക്കും ഒരു എതിർപ്പില്ല, ആരോടും മുഖം കറുത്ത് കാണിക്കത്തില്ല, ഒന്നുമില്ല. ഒരു ചിരിച്ച മുഖം. അയാളെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയാം. അയാൾ മാത്രമല്ല, അയാൾ കൂടെ വന്നാലും. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ലേഖയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അഭിനവും അഭിനിതയും മകനും മകളുമാണ്.